നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റീഡിംഗ് നോക്കാം. നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. 2 പൈലുണ്ട്. പൈൽസ് വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഒരു മാച്ചായിട്ട് കിട്ടാനാണ്, നമുക്ക് കൂടുതൽ സിനാരിയോസും കിട്ടാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് കണ്ടിട്ട് സപ്പോസ് മാച്ചായി തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തത് കാണാം, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, വേറെ ഏതെങ്കിലും റീഡിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് മാച്ചായി എന്ന് വരാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് മാച്ച് ആവണില്ല തോന്നിയാൽ വിട്ട് കളയാം. ഓക്കെ, ഒരു പൈൽ കണ്ടിട്ട് നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റേതുകൂടി ഒന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാവാം. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ദിവസത്തെ മെസ്സേജസ് നോക്കാം, വേറെ വീഡിയോസ് കാണാം. ഓക്കെ, എന്തായാലും നമുക്ക് കൂടുതൽ മെസ്സേജസ് കിട്ടട്ടെ എന്ന് വിചാരിക്കാം. ഇന്നത്തെ റീഡിംഗ് നമ്മൾ എടുക്കുന്നത് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ നോക്കാം. ഓക്കെ, അവർ വെറുതെ വല്ല ഫ്ലർട്ടിങ് ആണോ, ടൈം പാസ് ആണോ, അല്ലെങ്കിൽ അവർക്ക് ജസ്റ്റ് അവർക്ക് സീരിയസ് ആണോ ഈ റിലേഷൻ, ഈ ബന്ധത്തിൽ അവർക്ക് ആ ഒരു സീരിയസ്നെസ് ഉണ്ടോ, അവർക്ക് ആത്മാർത്ഥത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒറക്കിൾ മെസ്സേജസ് കൂടി എടുക്കാം. പൈൽ 1 കോക്ക് വെച്ചിട്ടുണ്ട്, റെഡ് കളർ. ഓക്കെ, പൈൽ 1. ഓക്കെ, പൈൽ 2 ഗ്രീൻ സ്പ്രൈറ്റ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്യാം. പൈൽ 1, പൈൽ 2 നമുക്ക് നോക്കാം. പൈൽ 1 എന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് ആത്മാർത്ഥത ഉണ്ടോ, നിങ്ങളോട് അവർ ജെനുവിൻ ആയിട്ട് ഫീലിങ്സ് ആണോ, ജസ്റ്റ് ടൈം പാസ് ആണോ, എന്താ നോക്കാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ്, ഹൈറോഫന്റ്, 2 ഓഫ് സോർഡ്സ്. കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. 6 of swords, Ace of wands, Emperor, and Pentacles. Three of Pentacles ഉണ്ട്, 10 of swords, 10 of wands. ഓക്കെ, 10 3 തവണ വന്നിട്ടുണ്ട് ഇവിടെ. സോ ഓക്കെ, എനിക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്യണം ആക്ച്വലി. ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്ക് വേണ്ടി ക്ലാരിഫിക്കേഷൻ എടുക്കുകയാണ്. ഓക്കെ, you are ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം ചിലപ്പോൾ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിന് വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി ചിലവർക്ക് പാരൻസ് ആവാം, ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. ലൈക്ക് വേറെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ വേണമെന്നില്ല. ചിലവർക്ക് അത് മീൻസ് ഇൻലോസ് എന്ന രീതിയിലൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, പാരൻസ് അല്ലെങ്കിൽ ഇൻലോസ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ചിലവർക്ക് ഫാമിലി. ഓക്കെ, ചിലവർക്ക് ഇവിടെ വേറൊരു പേഴ്സൺ ആണ്, വേറൊരു വ്യക്തിയാണ്. മേ ബി അത് ഒരു സിനാരിയോ. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. തേർഡ് പാർട്ടി പക്ഷേ ഫാമിലിയും ആവാം, വേറെ ബന്ധങ്ങളും ആവാം, എന്തും ആവാം. ഓക്കെ, വേറെ ചിലവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കും. അതായത് നിങ്ങൾ മാരീഡ് ആവണം, മീൻസ് നിങ്ങൾ ഒന്നിച്ച് മാരീഡ് അല്ല, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. നിങ്ങൾ സിംഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാരീഡ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന രീതിക്ക് ഒരു വ്യക്തി ഉണ്ട്, അവരാണ് തേർഡ് പാർട്ടി. ഓക്കെ, സോ 2 സിനാരിയോ ഇവിടെ നമുക്ക് പറയാം. ഒന്ന് നിങ്ങൾ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ജസ്റ്റ് മാരീഡ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇവിടെ അവർ കാരണം ഇവിടെ മാരീഡ് സിറ്റുവേഷൻ, ഹൈറോഫന്റ് ഉണ്ട്, ഇവിടെ എംപറർ ഉണ്ട്, ആൻഡ് 10 of Pentacles ഒക്കെ ഉണ്ട്. സോ ഫാമിലി എന്ന രീതിക്ക് കാണുന്നുണ്ട്, അവർക്കൊരു ഫാമിലി ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഇവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ട് ആക്ച്വലി. ഒരു ചോയ്സിൻ്റെ കാര്യമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോയ്സ് എടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. 6 of swords ഉണ്ട്, മൂവ് ഓൺ ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി അല്ല തീർച്ചയായിട്ടും.
ഓക്കെ, അതിപ്പോൾ അവർ മാരീഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഫാമിലി ആരാണെങ്കിലും ശരി, ഫാമിലി തടസ്സം നിൽക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാമിലി ഭയങ്കര പാരൻസ് ഒക്കെ തന്നെ ആണെങ്കിൽ അവർ വളരെ വളരെ കൺട്രോളിങ് ചെയ്ത് നിൽക്കുന്ന ഒരു പാരൻസ് ആയിരിക്കാം. അതായത് അവർ പറയുന്ന രീതി അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല എന്ന രീതിക്കൊക്കെ, ഓക്കെ, എന്തെങ്കിലും ഒരു തരത്തിൽ ഇതുണ്ടാവാം. വൈഫോ ഹസ്ബൻഡോ അങ്ങനെയാണെങ്കിലും അവിടെ ഒരു കൺട്രോളിങ് നേച്ചർ, അവരൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലൊരു ബിഹേവിയർ, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ് അവരെ പാർട്ട്ണർ. അപ്പം അതിൻ്റെതായ ഒരു ക്ലാഷ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡിൽ. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, മൂവ് ഓൺ ചെയ്യാൻ എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നത്. അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ മാരേജിൽ നിന്ന് വിട്ടുമാറാൻ അവർ ആഗ്രഹിക്കുന്നത്. സോറി, ഞാനത് പറയുന്ന ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. നമ്മളിവിടെ ജസ്റ്റ് കാർഡ് കാണുന്ന കാര്യം ഞാൻ പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ പേഴ്സൺ റീഡിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചിലത് മാച്ച് ആവാം, ചിലപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ ചില സിനാരിയോസ് നമുക്ക് മാറി വരും. സോ ഇത് നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്. ഓക്കെ, പക്ഷെ ഇവിടെ കാണുന്ന കാർഡ് വരുന്നതാണ് ഞാൻ റീഡ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ആർക്ക് വേണമെങ്കിലും മാച്ച് ആവാം. ചിലവർക്ക് ഇത് മാച്ച് ആയിരിക്കാം, ചിലവർക്ക് മാച്ച് ആയി എന്ന് വരില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പക്ഷെ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്, ആ മാരേജിൽ നിന്ന് വിട്ടു മാറി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മാരീഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ആ തേർഡ് പാർട്ടിയിൽ നിന്ന്, അതായത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. അതിപ്പോൾ പാരൻസോ അമ്മയോ അച്ഛനോ വേറെ ആരെങ്കിലും, വേറെ ബന്ധുക്കളോ ആരോ ആയിക്കോട്ടെ. ഓക്കെ, അങ്ങനെ ആരെങ്കിലും അവരെ ഒരു ലൈഫ് കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ തീരുമാനങ്ങളൊക്കെ ഇവർ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് ആലോചിക്കുന്നത്, നിങ്ങളുമായിട്ടൊരു മാരേജ് എന്ന രീതിക്ക് ആലോചിക്കുന്നുണ്ട്, നിങ്ങളും കൂടെ ഒരു ഫാമിലി എന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയുമായിട്ട് ഐ തിങ്ക് ക്ലാഷസ് ഉണ്ട്, തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, കൺട്രോളിങ് നേച്ചർ ആയിരിക്കും അവരുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, അതിൽ അവർക്കൊരു സന്തോഷമില്ല എന്ന രീതിക്കാണ്, അവർ ഇമോഷണലാണ് അവിടെ. ഓക്കെ, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, 6 ഓഫ് സോർഡ്സ് ഉണ്ട്, ചാരിയറ്റും ഉണ്ട്. ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് ആണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് കാഴ്ച കൂടി എടുക്കാം. എന്താണ് ഇവിടെ സിറ്റുവേഷൻ? നിങ്ങളുമായിട്ട് എന്തായാലും ഇവിടെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൻസ്, എംപറർ ആൻഡ് പെന്റക്കിൾസ്, 10 ഓഫ് പെന്റക്കിൾസ്. നിങ്ങളുമായിട്ട് ശരിക്കും ഹാപ്പി ഫാമിലി ആയിട്ട്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ഓക്കെ, ആരുടെയെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ അതിനേക്കൊന്ന് ഓവർകം ചെയ്ത് അതിൽ നിന്ന് മാറി നിങ്ങളുമായിട്ട് ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന രീതിക്ക് അവർക്ക് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞ പോലെ അവർ മാരീഡ് ആണെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ സിനാരിയോ അതാണ്. ചാരിറ്റി വീണ്ടും. സോ യെസ്, അവർ തീർച്ചയായിട്ടും എംപ്രസ് കാർഡാണ് ഇവിടെ. ആൻഡ് യെസ്, അവർ നിങ്ങളെ ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അവർ ചോയ്സസിൻ്റെ കാര്യം, അവർ നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സോറി, അവർ ഓൾറെഡി മാരീഡൊക്കെ ആണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരും വേറെ മാരീഡ് ആണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ വിട്ടു മാറി വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, മാറിയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യണം എന്നാണ് അവർക്ക്. നിങ്ങളുമായിട്ടൊരു മുന്നോട്ടൊരു ഫോർവേഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഫാമിലി പോലെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് വേറെ ചോയ്സസ് ഉണ്ടായിരുന്നു. ചോയ്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് പാർട്ടി. ഓക്കെ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അതിൽ നിന്ന് അവർ നിങ്ങളെ ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെയാണ്, യെസ്, സോൾമേറ്റ് അഗൈൻ, നിങ്ങളെയാണ് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് പൈൽകാർക്ക് വളരെ നിങ്ങളോട് ആത്മാർത്ഥതയുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണിന് അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർ ആ സിറ്റുവേഷൻ വിട്ട് മാറി നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിക്ക് അവരുടെ മനസ്സിലുണ്ട്. ഞാനിത് ആരുടെയും ഫാമിലിയുടെ അഗെയിൻസ്റ്റ് സംസാരിക്കുന്നതല്ല. ഓക്കെ, ചില വിധി പ്രകാരം ചില കാര്യങ്ങൾ നടക്കും എന്ന രീതിക്ക് എൻ്റെ മുമ്പിൽ കാർഡ് എന്ത് വരുന്നോ ഞാനത് പറയുന്നു, അത്രയേ ഉള്ളൂ. പ്ലീസ് അങ്ങനെ എടുക്കാം. ഓക്കെ, നമ്മളൊരിക്കലും അങ്ങനെ, കാരണം അവിടെ ഹാപ്പി അല്ല എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, സോ എനിവേ എല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളെ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഒറക്കിൾ മെസ്സേജസ് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ആയിട്ട് വരുമോ? ഈ ഡെക്ക് ഹോപ്പ്ഫുള്ളി യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് പൈൽകാർക്ക് എന്താ അഡ്വൈസ് വരുന്ന? പാസ്റ്റ് ലൈഫ് ഇഷ്യൂ, ഇൻഡിഗോ കളർ, സിംഗിങ് ആൻഡ് ഡാൻസിങ്, ഫെയറീസ്, തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര. ഓക്കെ, 2 വന്നു. ഇവിടെ ചിലവർക്ക് പാസ്റ്റ് ലൈഫ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് കാർമിക് കണക്ഷൻ എന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ അവർക്കൊരു കാർമിക് കണക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് അവർ വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് വിട്ടു മാറാനാണ് അവർ തയ്യാറാവുന്നത്. ഓക്കെ, ഇതൊരു കാർമിക് കണക്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ. അപ്പോൾ ആ
പാസ്റ്റ് ലൈഫിൽ നമ്മുടെ ആരെങ്കിലുമായിട്ട് കർമ്മ ഉണ്ടെങ്കിൽ ഓക്കെ അതിൻ്റെ ഇഷ്യൂ ഹീലാവാനുണ്ട്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരാൾ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അത് അവരുടെ കർമ്മ തന്നെയാണ്. ഓക്കെ, അവരനുഭവിക്കാനുണ്ട് അവിടെ ചിലത്, അതുകൊണ്ടാണ് അവരത് അനുഭവിക്കുന്നത്, അത് വേറെ കാര്യം. ഓക്കെ, അവിടുന്ന് ചില ലെസൺസ് അവർക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് വിട്ടുമാറി പക്ഷെ അവർ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് ഇവിടെ ഇൻഡിഗോ പറയുമ്പോൾ നമ്മുടെ പർപ്പിൾ കളറാണ് ആക്ച്വലി. ഇൻഡിഗോ, തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര, ഇത് മൂന്നും ഓൾമോസ്റ്റ് സെയിം നമ്മുടെ കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ദ പേഴ്സൺ യു ആർ എൻക്വയറിംഗ് അബൌട്ട് ഈസ് ആൻ ഇൻഡിഗോ, മീനിങ് എ ഹൈലി സെൻസിറ്റീവ് നാച്ചുറൽ ബോൺ ലീഡർ. ആക്ച്വലി നമ്മുടെ എംപററിൻ്റെ പോലെയാണ്, എംപററിൻ്റെ കാർഡ് പോലെയാണ്. നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെ സെൻസിറ്റീവ് ആണ്. അവർ എന്താ പറയുക, ഷൈ ആണെന്ന് പറയാൻ പറ്റില്ല. അവർ ലീഡർഷിപ്പ് റോളൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും എംപററിനെ പോലെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരുടെ ഉള്ളിൽ വളരെ സെൻസിറ്റീവുമാണ്. അവർ ഈഗോ പെട്ടെന്ന് അവർ ഹേർട്ടാവും എന്നൊക്കെ പറയാം. കാരണം അവർ വളരെ സെൻസിറ്റീവാണ് സത്യം പറഞ്ഞാൽ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒക്കെ സൂക്ഷിക്കുക. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇത് രണ്ടും പറയുന്നത് ആക്ച്വലി ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിരിക്കാം. It is safe for you to see the energy of love in all of its forms, such as angels, auras, and visions. Pay attention to your ideas as they are messages of the true divine guidance sent in answer to your prayer. നിങ്ങളോട് പറയുന്ന മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം നിങ്ങൾ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടുമെന്നാണ്. ഓക്കെ, ഈ കണക്ഷൻ ഇവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ട് ആക്ച്വലി ഇത് രണ്ടും ആദ്യം വന്നപ്പോൾ ഹൈ പ്രീസ്റ്റസും ഹൈറോഫൻറ്റും കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെയോ ഒന്ന് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്, നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയും. സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എവിടെയോ നിങ്ങളും പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡ് ആണ്. ഈ തേർഡ് പാർട്ടി അവരുമായിട്ടും കാർമിക് കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. ലവേഴ്സ് ആൻഡ് സോൾമേറ്റ് കണക്ഷൻ നമുക്ക് വന്നിരുന്നു. സോ നിങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫിൻ്റെ നിങ്ങൾ മൂന്നാളും ആക്ച്വലി ഈവൻ തേർഡ് പാർട്ടി, ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടി അടക്കം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ലൈഫിൽ ഈ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ചില ലെസൺസ് പഠിക്കാനുണ്ട് എന്ന് മാത്രമല്ല അതൊരു സ്പിരിച്വൽ കണക്ഷൻ കൂടിയാണ്. അതായത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ ഒരു സ്പിരിച്വലി നമ്മളെ കുറച്ചുകൂടി റേസ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, ചില ബന്ധങ്ങൾ എന്ന് പറയാം. അപ്പം നിങ്ങളിവിടെ ചെയ്യേണ്ടത് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാം, മെഡിറ്റേഷൻ അങ്ങനത്തെ. അതായത് ഇത് നിങ്ങളെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടാവും, ഈ സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് ട്രിഗർ ചെയ്യുന്നുണ്ടാവും. കാരണം നിങ്ങളുടെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെയാണ്. ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അല്ലേ? എനിക്ക് നന്നായിട്ട് അത് അറിയാം. സോ അങ്ങനെ നിങ്ങൾ ആ ഫീലിംഗ്, അങ്ങനെ ആ ഒരു ട്രിഗർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു വേദന നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ഒരു വിഷമം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, എവിടെയോ നിങ്ങളോട് പറയുന്ന ഒന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം എന്നൊക്കെ കുറേ അഡ്വൈസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റിയ കാര്യം ഈ വേദനകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരാളെ നമ്മൾ അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, കുറച്ച് ലെക്ചറാണ്, കേൾക്കണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, ഇത് അൺകണ്ടീഷണലി സ്നേഹിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ പേഴ്സണോട് അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ അവർക്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്കും അതുപോലെ ആത്മാർത്ഥമായ അവരോട് സ്നേഹം ഡീപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ കൂടെ ആയാലും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കണം. ഓക്കെ, ആ വേദന യെസ് ഒരു ചെറിയ വിഷമം തന്നെയാണ്. പക്ഷെ വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ ആലോചിക്കുക, എൻ്റെ പേഴ്സൺ എന്താണോ സന്തോഷം, അവരുടെ ലൈഫിൽ എന്താണോ വിധിച്ചിട്ടുള്ളത് അത് നടക്കട്ടെ എന്ന രീതിയിൽ നിങ്ങൾ വിട്ടുകൊടുക്കണം. ഓക്കെ, നിങ്ങളുടെ സന്തോഷം നോക്കി നടക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ട് നടക്കുക, അവരെ മറക്കുക എന്നല്ല പറയുന്നത്, അങ്ങനെയല്ല, ആ രീതിക്കല്ല. ഓക്കെ, നിങ്ങൾ എവിടെ ഇരുന്നാലും അവരുടെ നന്മ നിങ്ങൾ ആഗ്രഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ മനസ്സിൽ നിങ്ങളെ സ്നേഹം കൊണ്ട് എപ്പോഴും നിങ്ങൾ അവരെ സ്നേഹത്തോടെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, അവരെ കൂടെ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ യെസ് നിങ്ങൾ ഉണ്ടാവുക, ഇല്ല അവർ നിങ്ങളുടെ അടുത്ത് എല്ലാ തേർഡ് പാർട്ടിയുടെ കൂടെ ആണെങ്കിൽ അവരെ വിട്ടേക്കുക, അങ്ങനെ ഇരിക്കട്ടെ. അവർ കാരണം അവരെ കർമ്മ തീരാനുണ്ട്, അത് തീരട്ടെ. നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദൂരെ നിന്നിട്ടായാലും നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിയിൽ കുറേ അൺകണ്ടീഷണൽ എന്താണ് സംഭവം എന്നൊക്കെയുള്ള നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പക്ഷെ നമുക്കൊരു സപ്പോർട്ട് വേണം അല്ലേ? നമ്മളിങ്ങനെ അൺകണ്ടീഷണലി ഒരാളെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നത് യൂണിവേഴ്സിൽ നിന്നാണ്, നമ്മുടെ ദൈവത്തിൽ നിന്നാണ്, നമ്മുടെ ഭക്തിയിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ പ്രാർത്ഥനകളിൽ നിന്നാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ മെഡിറ്റേഷൻ, പ്രാർത്ഥന, ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. ഇതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഇന്ന് ഇത്ര മതി തൽക്കാലം, ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എക്സ്പ്രസ് യുവർ സെൽഫ് ആൻഡ് അവേക്കൻ യുവർ സൈക്കിക് സെൻസസ് ത്രൂ ദ മാജിക്കൽ പവർ ഓഫ് മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ്. നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, സിംഗിങ്, ഡാൻസിങ്, നിങ്ങൾക്ക് എന്താ ഇഷ്ടം വെച്ചാൽ അത് നിങ്ങൾ ചെയ്യാം. അതിൻ്റെ ത്രൂ നിങ്ങൾക്ക് കുറെ കൂടി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവ് വൈബ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഫെയറീസ്, യു ഹാവ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് ദ ഫെയറീസ് ആൻഡ് യുവർ ലൈഫ് പർപ്പസ് ഇൻവോൾവ്സ് ഹെൽപ്പിംഗ് മദർ നേച്ചർ. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ മദർ നേച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറിയില്ല ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക നോക്കാം. നിങ്ങൾ ഭൂമിക്ക് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക, മരങ്ങൾക്ക് വേണ്ടി, പൂക്കൾക്ക് വേണ്ടി, അനിമൽസിന് വേണ്ടി.
ഓക്കെ, മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ നിങ്ങൾക്ക് എന്താ എന്തൊക്കെയോ ചെയ്യാൻ നിങ്ങൾക്ക് പർപ്പസ് ഉണ്ട് ലൈഫിൽ എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, ഒരു സ്പിരിച്വൽ കണക്ഷൻ കൂടിയാണ്. നമ്മൾ ഒരു വ്യക്തിയെ അങ്ങനെ അൺകണ്ടീഷണലി നമ്മൾ സ്നേഹിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് എല്ലാത്തിനെയും നമ്മൾ ഒരേപോലെ സ്നേഹിക്കാൻ പഠിക്കുമെന്നാണ്. ഓക്കെ, അതാണ് ആ കണക്ഷൻ്റെ ഒരു പവർ. അതാണ് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് കൂടി എന്നെ വിളിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ആത്മാർത്ഥമായ സ്നേഹമാണ്. ഓക്കെ, ഇങ്ങനത്തെ കണക്ഷൻ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാം. ഓക്കെ, അവനവനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ. ഓക്കെ, പേഴ്സൺ വരുന്ന അവരെ ആലോചിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ. അവർ ചെയ്യട്ടെ ചില കാര്യങ്ങൾ. അവർ പക്ഷേ ആ കാർമിക് കണക്ഷൻ അവർക്ക് എൻഡ് ആവാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അതിനെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ പൈൽ 1 അതായിരുന്നു. പൈൽ 2 പോവാം നമുക്ക്. ലോങ് റീഡിങ് ആവുന്നുണ്ട് തോന്നുന്നു. ഓക്കെ, സാരല്ല. സെക്കൻഡ് പൈലിൽ എങ്ങനെ വരുന്ന അറിയില്ല, നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജസ് വരാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹമാണോ? അവർക്ക് നിങ്ങളോട് എന്താ ഫീൽ ചെയ്യുന്ന? ഓക്കെ, നമുക്ക് പൈൽ 2 നോക്കാം. 4 of Pentacles, 4 again, 4 of Cups. സെപ്പറേഷനിലാണോ നിങ്ങൾ? നോക്കാം. Let's see. 6 of Swords, 2 of Wands, Strength, 10 of Pentacles, Hangman, ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്, 9 of Pentacles, ടെമ്പറൻസ്. ഓക്കെ, ഓക്കെ, ടെമ്പറൻസ്, 9 of, ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ആക്ച്വലി ഇവിടെ കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലായിരിക്കും. ഓക്കെ, അവർക്ക് ചിലപ്പോൾ വല്ല പണം ലോസ് വല്ലതും വന്നിട്ടുണ്ടാവാം. ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വല്ലതും ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഫൈനാൻഷ്യൽ ലോസ് എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്ന രീതിക്ക് നമുക്ക് പറയാം. അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല കാര്യങ്ങൾ എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർക്ക് മനസ്സിൽ സ്നേഹവും ഫീലിങ്സും ഒക്കെ ഉണ്ട്. കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ഓക്കെ, പക്ഷേ അവർ നിങ്ങളോട് ഓപ്പണായിട്ട് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് അവർ നിങ്ങളോട് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ അവരോട് ഒരുപാട് അറ്റൻഷൻ കാണിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് കെയർ കാണിക്കാൻ നോക്കുന്നുണ്ട്. അവർ കൂടെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എവിടെയോ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അവരുടെ മനസ്സിൽ 6 of Swords, 2 of Wands. ഓക്കെ, അവരുടെ മനസ്സിലൊരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസ് ആക്ച്വലി നമ്മൾ ബാലൻസിൻ്റെ കാര്യമാണ് പറയാം. സോറി. ഓക്കെ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ്? ഇതിലൊരു മൂവിങ് ഓൺ പോലെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, ഞാൻ പറഞ്ഞത് ഐ തിങ്ക് നിങ്ങൾ സെപ്പറേറ്റഡ് ആണിപ്പോൾ. നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയതായിരിക്കാം. ഓക്കെ, ഓക്കെ, എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കട്ടെ. സെപ്പറേഷൻ ആണ് കാണുന്നത്. സെപ്പറേഷൻ ഒരുപാട് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, വീണ്ടും സെപ്പറേഷൻ്റെ കാര്യമാണ്, സൈലൻസിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഒന്നും പറയുന്നില്ല ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതെന്താണ് മുന്നോട്ട് എന്നുള്ളത് അവർ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഐ തിങ്ക് സൈലൻ്റ് ആയിരിക്കാം. ഓക്കെ, ഒന്ന് അവർ നിങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം ദറ്റ് അവർക്ക് ഇഷ്ടമുണ്ട് എന്ന രീതിയിൽ. പക്ഷേ അതിന് ശേഷം ഐ തിങ്ക് അവരും ഭാഗത്തുനിന്ന് മൂവ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, ഒരകൽച്ച നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ആദ്യം സ്നേഹമാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അവർ ആ ഒരു അടുപ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല, ഒരു അകൽച്ചയുള്ള പോലെ. ഓക്കെ, ഇവിടെ എവിടെയോ അവരുടെ മൈൻഡിൽ ഒരു കൺഫ്യൂഷനാണ് കാണുന്നത്. ഓക്കെ, അവരുടെ മൈൻഡ്, ഈ ഭാഗം ഞാൻ പറയാം, പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നത് അവരുടെ മൈൻഡിൽ കൺഫ്യൂഷൻ, ഈ റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഓക്കെ, വിത്ത് ഭാഗി ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ പറയില്ല റിസൾട്ട് എന്ന രീതിക്ക് അവർക്ക് വളർത്തിയെടുക്കണം എന്നവർക്ക് ഉണ്ട്, ആഗ്രഹമുണ്ട് അവർക്ക്. പക്ഷേ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, തേർഡ് പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും. സോറി, എനിക്ക് എന്താ അറിയില്ല, എൻ്റെ മേ ബി നമ്മൾ കാണുന്ന ആൾക്കാർ എത്ര കൂടുതൽ എന്താണെന്നുള്ള അനുസരിച്ചായിരിക്കാം. ഓക്കെ, അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. അവരുടെ ലൈഫിൽ ഓക്കെ
ഇനിയിപ്പോൾ ഈ ഭാഗം എനിക്ക് ക്ലിയർ ആയി. അവർ ഒരു മാരേജിൽ സ്റ്റക്കാണ്. ഓക്കെ, അവരൊരു ഫാമിലിയിൽ സ്റ്റക്കാണ്. അവർ ഫാമിലി എന്ന് പറയുക ചിലവർക്ക് മാരീഡ് ആയിരിക്കാം. ഓക്കെ, ഉറപ്പ് പറയുന്നില്ല. അല്ലെങ്കിൽ അഗൈൻ എന്തോ ആയിരിക്കാം ഇവിടെ സിനാരിയോ. ഓക്കെ, അവർ വേറെ റിലേഷൻഷിപ്പിൽ പോയി പെട്ടു എന്ന രീതിക്കൊക്കെ പറയാം. പക്ഷേ ഇവിടെ കുട്ടികൾ, ഫാമിലി, മാരേജ് ഇല്ല, അത് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് തന്നെയാണ് ഇവിടെ മോസ്റ്റ്ലി. യെസ്, ഇതും ഒക്കെ കാണുമ്പോൾ അവർക്ക് പേടിയാണ്, അവർക്ക് ജഡ്ജ്മെൻറ്റിനെ ഇപ്പോൾ പേടിയാണ്. എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന തെറ്റാണോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്ക് ഫാമിലിയോട് ചെയ്യുന്ന ഒരു തെറ്റായി പോവോ എന്ന രീതിക്കൊരു പേടിയാണ് അവർക്ക്. ഓക്കെ, കാരണം അവർക്ക് ഫാമിലി ഉണ്ട്, കുട്ടികൾ എന്ന രീതിയിലൊക്കെ പറയാം. ഓക്കെ, രണ്ട് ആക്ച്വലി പൈലും ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. അതിവിടെ ഇന്ന് വന്നത് എന്താണെന്നറിയില്ല, എനർജി ഓൾമോസ്റ്റ് സെയിം ആണ്. വ്യൂവേഴ്സ് അങ്ങനത്തെ ആയിരിക്കാം കൂടുതൽ, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ 6 of Pentacles ഉണ്ട്. സോ ഫാമിലി, കുട്ടികൾ. ഓക്കെ, ഇതും 4 of Wands മാരേജ്, കുട്ടികൾ. ഓക്കെ, ആ രീതിക്ക് തന്നെയാണ്. നിങ്ങളുമായിട്ടല്ല, ഐ തിങ്ക് ഇത് നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ആൻഡ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ അവർ എൻ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഫാമിലിയിൽ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഫാമിലി അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 of Cups, 9 of Cups, 10 of Pentacles, 9 of Cups, എല്ലാം പറയുന്നത് ഫാമിലി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇവിടെ ഫാമിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഫാമിലി, കുട്ടികൾ, അവർക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ അവർ രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ട് അവരെങ്ങനെയെങ്കിലും ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇവിടെ കാണുന്നത് ഐ തിങ്ക് അവരുടെ മൈൻഡിൽ ഒരു പേടിയാണ് എനിക്ക് കാണുന്നത്. അവരുടെ മൈൻഡിൽ ആ ജഡ്ജ്മെൻറ്റിനെ പേടി, അതായത് അവർ ചെയ്യുന്ന തെറ്റായി പോവോ എന്നുള്ളൊരു പേടി. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, പക്ഷേ അവർ ഈ മാരേജിൽ സ്റ്റക്കാണ്. സോ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ഫീലിങ്സ് ആണ് കാണുന്നത്. ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്, ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. ഓക്കെ, പക്ഷേ അവർക്ക് ഫാമിലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫാമിലിയിൽ സ്റ്റക്കാണ്. അവർക്ക് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, ഒരു നമ്മൾ ശരിയായതാണോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അത് ആ പേടി അവരുടെ മനസ്സിൽ നല്ലോണം ഉണ്ട്. ജഡ്ജ്മെൻറ്റിന് അവർക്ക് പേടിയുണ്ട്. എന്ന് വെച്ചാൽ യൂണിവേഴ്സ് അവരെ തെറ്റാണോ അവർ ചെയ്യുന്നത്, അതുകൊണ്ട് ആ തെറ്റായി പോയാൽ നമ്മൾ പറയില്ലേ, ആ രീതിക്കുള്ള ഫീലിംഗ് അവർക്കുണ്ട്. നല്ല പേടിയുണ്ട്. നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ആ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അകൽച്ച വെക്കുന്നുണ്ടെങ്കിൽ അത് അവർ ആ ഒരു ഫാമിലി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അവർ ഫാമിലിയെ മാക്സിമം ഒരു വിട്ടുകളയാൻ അവർ തയ്യാറല്ല. ഓക്കെ, ആൻഡ് അവിടെ സ്റ്റക്കുമാണ് അവർക്ക് അവിടെ ഒരു ആക്ഷൻ അവർ എടുക്കില്ല. കാരണം കുട്ടികൾ, ഫാമിലി, മറ്റുള്ളവരെന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. ആത്മാർത്ഥമായ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ യെസ് ആണ്. അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം തന്നെയാണ്. ലവേഴ്സ് കാർഡ് ഫീലിംഗ് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് ഞാൻ എടുക്കാം. ഇതെന്താവും എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അവർ ഫാമിലിയിൽ സ്റ്റക്ക് തന്നെയാണ്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി, അതിൽ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അതിന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാനില്ല. ഓക്കെ, നിങ്ങളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ആണോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ആണ്. ഓക്കെ, ആത്മാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. നിങ്ങളോട് അവർക്ക് അട്രാക്ഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അവർക്ക് ശരിക്കും ജെനുവിൻലി നിങ്ങളെ റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, അട്രാക്ഷൻ എല്ലാം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഫാമിലി എന്ന രീതിയിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അവർ മാറുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. തേർഡ് പാർട്ടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അവർ ആ മാരീഡ് സിറ്റുവേഷൻ അവർ നിലനിൽക്കും. അവർ അതിൽ നിന്നൊരിക്കലും അവർ വിട്ടു മാറുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, മാരേജ് എന്ന രീതിയിൽ ഐ തിങ്ക് മാരീഡ് തന്നെ ഇവിടെ ഒരു സിനാരിയോ എനിക്ക് പറയാനുള്ളൂ. അവർ മാരീഡ് ആണ്. ആൻഡ് അവർ ആ ഫാമിലിയിൽ അവർ സ്റ്റക്ക് എന്ന് പറയാൻ മാത്രമല്ല, അവർക്ക് അവിടെ വിട്ടു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല, വിടില്ല എന്ന രീതിക്ക് തന്നെ പറയാം. അതിനവിടെ അവർ നിങ്ങളുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിക്കും മാക്സിമം. നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹവുമാണ്, ഫീലിങ്സ് ആണ്. പക്ഷെ ഒരു പൊടിക്ക് ഇവിടെ പറയുകയാണെങ്കിൽ അട്രാക്ഷനാണ് കൂടുതൽ. ഓക്കെ, അവർ മാരേജ് വിട്ട് വന്നു, പക്ഷെ നിങ്ങളെ സ്വീകരിക്കുക ആ രീതിക്കൊന്നും ഇവിടെ ഒരു തരത്തിലും കാണുന്നില്ല. ഓക്കെ, സോ ഇവിടെ ആത്മാർത്ഥമായ സ്നേഹമാണ് എന്ന് പറയാം, ഫീലിങ്സ് ആണ് എന്ന് പറയാം, അത്രമാത്രം. ഓക്കെ, അതിനപ്പുറം ഇവിടെ എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് പക്ഷെ ഒരു ആക്ഷനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയായിട്ടോ നിങ്ങൾ വെക്കാതിരിക്കുക. ഇവിടെ എനിക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, ഫ്യൂച്ചർ പ്രതീക്ഷ വളരെ കുറവാണ്. ഓക്കെ, നിങ്ങൾക്ക് നിൽക്കാം അങ്ങനെ, നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിനോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെങ്ങനെ നിൽക്കാം, ഒന്നിച്ചൊക്കെ നിൽക്കാം. പക്ഷെ പ്രതീക്ഷ വെക്കാതിരിക്കാം. നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻ്റ് ആവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങൾക്ക് എന്താ ദൈവം എന്താ പറയുന്നത്, യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത്. പാരൻസ്, ഓക്കെ, clear yourself, be willing to forgive. Archangel Raphael, okay, be willing to forgive എന്ന് പറയുന്നുണ്ട്. Ask the angels to clear your mind and body of past pain in exchange for peacefulness.
നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഈ പെയിൻ പോവാൻ, നിങ്ങൾക്കിപ്പോൾ വേദന അനുഭവിക്കുന്നുണ്ടാവും, വിഷമം അനുഭവിക്കുന്നുണ്ടാവും. ഓക്കെ, അതിനെ ഒന്ന് വിട്ടുകളയാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിനെ ഫോർഗീവ് ചെയ്യുക. ഓക്കെ, കാരണം ഇത് ഒരു സിറ്റുവേഷൻ നമ്മുടെ കയ്യിലല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ആ ഒരു പേഴ്സൺ വന്നത് അവർക്കൊരു അട്രാക്ഷൻ തോന്നി, അറ്റാച്ച്മെന്റ് തോന്നി, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, നമ്മൾ ലവേഴ്സ് കാർഡ് വരുമ്പോൾ നമ്മൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയും. അപ്പോൾ ആ രീതിക്കുള്ള ഒരു കണക്ഷൻ ആണ് നിങ്ങളുടെ. പക്ഷെ അവർ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ, ഓക്കെ, ആ സാഹചര്യം അവരിൽ നിന്ന് അവർ വിട്ടു വരാൻ അവർ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് അതിനുള്ള ധൈര്യമില്ല എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അവരെ ഫൊർഗീവ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവരെ ഫൊർഗീവ് ചെയ്യുക. അവർ നിങ്ങളുടെ അടുത്ത് അതുകൊണ്ടാണ് അകൽച്ച വെച്ച് നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പ്രതീക്ഷ തരുന്ന പോലെ ആയിപ്പോവും എന്ന് വിചാരിച്ചിട്ടാണ് അവർ അകന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ അവരെ മാപ്പ് കൊടുത്ത് വിട്ടേക്കാം. ഓക്കെ, ആൻഡ് ഗോഡ് ബോക്സ് എന്ന് പറയുന്നുണ്ട്. റൈറ്റ് എനി കൺസേൺസ്, വറീസ്, desires on a piece of paper and put in a special container called God box as a way of letting go. Actually ഇത് നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ, ഓക്കെ, ബട്ട് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളോട് ഇത് ലെറ്റ് ഗോ ചെയ്യാനാണ്. നിങ്ങളുടെ ടെൻഷൻ, വറീസ്, നിങ്ങളുടെ ഫിയേഴ്സ്, അതുപോലെ ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങൾക്ക് വേദന തരുന്ന സിറ്റുവേഷൻ, ഓക്കെ, അതിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. ഇതിനൊക്കെ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക വെച്ചാൽ ഒരു പേപ്പർ എടുത്ത് നിങ്ങളതിൽ എന്തൊക്കെയാണോ നിങ്ങളുടെ കൺസേൺ ഉള്ളത് ചെറിയ ചെറിയ പേപ്പറായിട്ട് ചിട്ടുകളായിട്ട് നിങ്ങൾ എഴുതാം. എനിക്ക് ടെൻഷൻ, വറി, സാഡ്നെസ്, സങ്കടം, വിഷമം എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് വലിയ നോട്ടായിട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ, അല്ല ചെറിയ ചെറിയ പേപ്പറായിട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. എന്നിട്ട് അതിനേക്ക് ഒരു ബോക്സിലിട്ട് അടച്ചു വെക്കാം. എനിക്ക് എന്തെങ്കിലും അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു ബോക്സ് എടുത്ത് അതിലിട്ട് അടച്ചു വെക്കാം. ഓക്കെ, അതിനെ എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആക്ച്വലി എല്ലാം എടുത്തൊന്ന് കത്തിച്ച് കളയാണ് നമ്മൾ ചെയ്യാറ്. സാധാരണ വറീസ് ആകുമ്പോൾ നമ്മൾ കത്തിച്ച് റിലീസ് ചെയ്ത് കളയാം. വല്ല ഫുൾ മൂൺ, ന്യൂ മൂണൊക്കെ വരുന്ന സമയത്ത് കത്തിച്ച് കളഞ്ഞ് ഇതിനെ റിലീസ് ചെയ്ത് വിടാം. നിങ്ങളുടെ ടെൻഷൻസ്, നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഫീൽ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഓക്കെ, എഴുതി ജസ്റ്റ് ബേൺ ചെയ്യുന്നതും നല്ല തന്നെയാണ്. അല്ലെങ്കിൽ എഴുതി ഇങ്ങനെ ബോക്സിലിട്ട് വെച്ച് ദൈവത്തിന് കൊടുക്കുന്ന പോലെ സമർപ്പിക്കുക, നമ്മുടെ വിഷമങ്ങളെ അവിടെ സമർപ്പിക്കുക. എന്നിട്ട് എല്ലാം കൂടി എടുത്ത് ഫുൾ മൂൺ, ന്യൂ മൂൺ സമയത്ത് നിങ്ങൾക്ക് കത്തിച്ച് കളയാം. ഓക്കെ, ക്യാൻസൽ, ക്ലിയർ, ഡിലീറ്റ്, ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. Okay, use only positive words and thoughts as they are rapidly manifesting. Ask angels to cancel the effects of past negative thinking. Okay, നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുക. ഓക്കെ, കാരണം നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് ആലോചിക്കും തോറും നെഗറ്റീവ് തന്നെ കാര്യങ്ങൾ നടക്കുമെന്നാണ്. ഓക്കെ, മനസ്സിൽ ഒരുപാട് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഉണ്ടാവാം, നെഗറ്റീവ് തിങ്കിങ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ തോട്ട്സ് പറയില്ലേ, വിഷമം, സങ്കടമൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ അതിങ്ങനെ കയറി വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന്, ഞാനിതിൻ്റെ റെമഡി ഐ തിങ്ക് നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്യാൻസൽ, ക്ലിയർ, ഡിലീറ്റും നിങ്ങൾക്ക് പറയാം. അതായത് ക്യാൻസൽ, ക്ലിയർ, ഡിലീറ്റ്, ക്യാൻസൽ, ക്ലിയർ, ഡിലീറ്റ്, ക്യാൻസൽ, ക്ലിയർ, ഡിലീറ്റ് നമ്മൾ കുറച്ച് തവണ റിപ്പീറ്റ് ചെയ്ത് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഒന്ന് നമ്മുടെ ഈ തിങ്കിങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. മൈൻഡിൽ നിന്ന് ഇതിനേക്ക് ഒന്ന് നമുക്ക് വൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടും. ഓക്കെ, വാക്യൂം അവേ ഫിയർ എന്ന് പറയുന്നുണ്ട്. Call upon Archangel Michael and Raphael ഉണ്ടായിരുന്നു to lift fear-based energy from you, your surroundings, situation and everyone. ഓക്കെ, നിങ്ങൾ പേടികൾ ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ. ഞാൻ ഒറ്റപ്പെട്ടു പോവോ, എനിക്ക് ആരും ഉണ്ടാവില്ല, എന്നെ ആരും സ്നേഹിക്കില്ല, എൻ്റെ അങ്ങനത്തെ പേടികൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയുക. എനിക്ക് അതിനുവേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. ഏഞ്ചൽസിനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഏഞ്ചൽസ് വിളിക്കാം, അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയത് ആർക്കേഞ്ചൽ മൈക്കൽ ഉണ്ട്, റാഫേൽ ഉണ്ട്. ഓക്കെ, വിളിക്കാം അവരെ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഏത് ദൈവമാണോ നിങ്ങളെ വിശ്വസിക്കുന്നത്, ഏത് യൂണിവേഴ്സൽ പവർ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അവരോട് പറയാം, നിങ്ങളുടെ പേടികളെയൊക്കെ മാറ്റിത്തരാൻ പറയാം. ആക്ച്വലി ആ പേടികൾ ഇതിൽ ഇട്ട് വെക്കാം, നിങ്ങൾക്ക് എഴുതി ഇതിലിട്ട് വെക്കാം. എനിക്ക് ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിയുണ്ട്, എനിക്ക് ആരും കിട്ടില്ലേ എന്ന് പേടിയുണ്ട്, എന്നെ ആരും സ്നേഹിക്കില്ലേ എന്ന് പേടിയുണ്ട് എന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് ആ ബോക്സിലിട്ട് വെച്ച് കുറച്ച് ഇനി കത്തിച്ച് കളയാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അതൊക്കെ നെഗറ്റീവ് തിങ്കിങ് ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങളെ ആരും സ്നേഹിക്കാതെ ഒന്നും ഇരിക്കില്ല. ഈ ഒരു വ്യക്തി ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായി, നിങ്ങൾക്ക് അവരോട് ഇഷ്ടം തോന്നി, എല്ലാം ഓക്കെ, പക്ഷെ എന്ന് വെച്ച് നിങ്ങൾക്ക് ആരും ഇല്ലാതെ ആവും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. യൂണിവേഴ്സ് ഉണ്ട് എല്ലാവർക്കും. ഓക്കെ, പാരൻസ് ഉണ്ട്. ഇത് ഐ തിങ്ക് ഇന്നലത്തെ റീഡിങ്ങിൽ വന്നിരുന്നു, ഇന്നർ ചൈൽഡ് ഹീലിങ്ങിൻ്റെ കാര്യം. ഇവിടെ വീണ്ടും അതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ശരി സിറ്റുവേഷൻസ് ഇങ്ങനെ ഉണ്ട്. ഇത് ഐ തിങ്ക് ഇന്ന് ലെക്ചർ ദിവസമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരാളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ ആ പേഴ്സൺ അവൈലബിൾ അല്ല നിങ്ങൾക്ക്. ഓക്കെ, അവരുടെ ലൈഫിൽ അവർ വേറെ മാരീഡ് ആണ്, അല്ലെങ്കിൽ എന്ത് തന്നെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അവർ നിങ്ങൾക്ക് അവൈലബിൾ അല്ല. പക്ഷെ നിങ്ങൾ ആ പേഴ്സണിൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ട് പോവാണ്, അവരെ പിന്നാലെ നിങ്ങൾ പോവാണ് എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്നേഹം കൊതിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓക്കെ, ആ
വേറൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ വേറൊരു വ്യക്തി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ചിന്തയാണ്. കാരണം അത് എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ ആ ലാക്ക് ഉണ്ട്. ആ സ്നേഹം നിങ്ങൾക്ക് മുൻപ് കിട്ടാത്തതായിരിക്കാം, ചിലപ്പോൾ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദാറ്റ് എൻ്റെ പാരൻസ് എന്നെ കെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ എൻ്റെ ഫാമിലിയിൽ എനിക്ക് റെസ്പെക്ട് കിട്ടിയിട്ടില്ല, ഫാമിലിയിൽ മറ്റുള്ളവർ എന്നെ കെയർ ചെയ്തിട്ടില്ല, പുറത്ത് ഫ്രണ്ട്സിൻ്റെ ഇടയിലാവുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് അവിടെ ആ ഒരു സ്ഥാനമില്ല എന്ന രീതിക്കൊക്കെ എല്ലാവരുടെ അടുത്തും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെയോ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് വൂൺസ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന് പക്ഷേ സൊല്യൂഷൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ അവനവനെ ആദ്യം സ്നേഹിക്കുക, സെൽഫ് ലവ്. ഞാൻ ഇന്നലത്തെ റീഡിങ് ഐ തിങ്ക് നിങ്ങളൊന്നും കൂടി എടുത്ത് കാണാം കേട്ടോ, അതിൽ പറഞ്ഞിരുന്നു. ഓക്കെ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പാരൻസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവർ നിങ്ങളെ സ്നേഹിച്ചില്ല എന്ന്, പക്ഷേ അവരുടെ കഴിവിനനുസരിച്ച് അവർ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഓക്കെ, അവർക്ക് അവരുടെ വളർന്ന സാഹചര്യം ഇത് ഒരുപാട് ഡീപ്പായിട്ടുണ്ട് പറയാം. പല സാഹചര്യങ്ങളും കൊണ്ട് അവർ നിങ്ങളെ സ്നേഹിച്ച രീതി അതായിരുന്നു വ്യത്യാസം. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ വിട്ട് കളഞ്ഞേക്കാം. എനിവേ, എല്ലാം ഫൊർഗീവ് ചെയ്ത് വിട്ട് കളയാം. ഐ തിങ്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് ഫൊർഗീവ്നെസ് ചെയ്യേണ്ടതുണ്ട്. എവിടേക്കോ ഇത് ഐ തിങ്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയായിട്ട് കണക്റ്റഡും ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി. എനിവേ, ഇന്നർ ചൈൽഡ് വൂൺസ് ഉണ്ട് നിങ്ങൾക്ക്, അത് ക്ലിയർ ചെയ്യാനുള്ളത് ചെയ്യാം. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഇന്നർ ചൈൽഡ് വൂൺസ് എന്നൊക്കെ നോക്കാം. ആൻഡ് ക്ലിയർ യുവർ സെൽഫ്. ആസ്ക് ഏഞ്ചൽസ് ടു റിലീസ് എനി ടോക്സിക് എനർജീസ് ദാറ്റ് യു മേ ഹാവ് ഒബ്സർവ്. നിങ്ങൾ ചില ടോക്സിക് സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഈ സ്നേഹം കിട്ടാത്ത അവിടെ നിങ്ങൾ പിന്നെയും അവിടെ പോകുന്നുണ്ടെങ്കിൽ എവിടെയോ അത് സ്നേഹം ഉണ്ട്, അവർക്ക് ഫീലിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ടോക്സിക് സിറ്റുവേഷൻ ആണ് അല്ലേ, സാഹചര്യം ടോക്സിക് ആണ് ഇവിടെ, നിങ്ങൾക്ക് നല്ലതല്ല അവിടെ, പക്ഷെ നിങ്ങൾക്ക് അത് വിട്ടുപോകാൻ സാധിക്കുന്നില്ല. സോ അവിടെ അങ്ങനെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങളുടെ ഉള്ളിൽ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ റിലീസ് ചെയ്ത് കളയാനുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കളയുക എനർജീസ്. ഓക്കെ, ഫൊർഗിവ്നെസ് ചെയ്യുക, ഫൊർഗിവ്നെസ് പ്രെയർ ചെയ്യുക, നന്നായിട്ട് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടൊരു ഫ്യൂച്ചർ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം പേഴ്സൺ സ്റ്റക്ക് ആണെന്നാണ് കണ്ട്. ഓക്കെ, സ്നേഹം ആത്മാർത്ഥത എന്ന് ചോദിച്ചാൽ യെസ്, അവർക്കുണ്ട്, ആത്മാർത്ഥമാണ്. ഓക്കെ, സോ എനിവേ, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.